പ്രേക്ഷകരിപ്പം കണ്ടപ്പോൾ രാവിലത്തെ ഷോയുടെ അവിടുത്തെ അതേ റെസ്പോൺസ് തന്നെ ഇവിടെ ഉണ്ട്. നമ്മളെവിടെയൊക്കെ ഹൈപ്പ് പ്രതീക്ഷ, ക്ലാപ്പ് പ്രതീക്ഷ അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഒരുപാട് സന്തോഷം ബ്രോ. മാക്സിമം എല്ലാവരും കാണുക. പ്രമോഷൻ്റെ കുറച്ച് പോരായ്മകളുണ്ട്. പടം ഇറങ്ങിയതായിട്ടല്ല നമ്മുടെ സാധാരണ എല്ലാവരും അറിഞ്ഞിട്ടില്ല. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. വളരെ നല്ല റെസ്പോൺസാണ് എല്ലായിടത്തും കിട്ടുന്നത്. ഞങ്ങൾ ജെനുവിനായ റിവ്യൂസ് സ്പ്രെഡ് ചെയ്യുക. അത്രേ പറയാനുള്ളൂ ബ്രോ. ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. ഇമോഷൻ അങ്ങനത്തെ ഒരു പടമാണ് ബ്രോ. എന്താ പറ്റിയ ഞാൻ ആദ്യം പറഞ്ഞ തന്നെ വിഷയം, നമുക്കിതൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ നേരത്തെ ഒരു മാസം അല്ലെങ്കിൽ 20 ദിവസം ഉണ്ടെങ്കിൽ നമുക്കിത് തിയേറ്റർ പിടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലെക്സ് ഒട്ടിക്കാനും ഒക്കെ പറ്റിയാണ്. ഇത് പെട്ടെന്ന് 1-ാം തീയതി, അതായത് ന്യൂ ഇയർ ഞാൻ എഴുന്നേക്കണത് 10-ാം തീയതി റിലീസ് എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ ഇടയിൽ കൂടെ ഓർഗനൈസ് ചെയ്താണ് ഇതെല്ലാം. ബ്രോ ആറാട്ടെണ്ണം എന്താണ് കണ്ടിട്ട് ഒരു അഭിപ്രായം? ആരാണ് നെഗറ്റീവ് കൊടുക്കുന്നത്? കണ്ടപ്പോ മനസ്സിലാവും നല്ല ഉഗ്രം മൂവി. ഈ വ്യക്തിയോട് എന്ത് വൈരാഗ്യം കാണിക്കുക ആൾക്കാരാണ്. നല്ലൊരു മൂവിയാണ്. കിരീടം അതുപോലെ കാണുന്ന പോലെ നല്ലൊരു ഇമോഷണൽ ആണ്, സെന്റിമെന്റ്സ് ഉണ്ട്, ഹാർട്ട് ടച്ചിങ് ആണ്, ആക്ഷൻ ഉണ്ട്, വയലൻസ് ഉണ്ട്, നന്നായി അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് തമിഴ് പറയുന്നുണ്ട്, നന്നായിട്ട് സെന്റിമെന്റ്സ് കാണിക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു മൂവി. ഇപ്പൊ നിങ്ങൾ ഈ യൂട്യൂബിൽ കണ്ടറിയാം, കുറച്ച് ഷോനുള്ള റിവ്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ജനങ്ങൾ വന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത് അത് കണ്ടിട്ട് നിങ്ങളും കണ്ടല്ലേ പടം, നിങ്ങൾ തന്നെ വിലയിരുത്തുക. അത്രേ പറയാനുള്ളൂ. പടം കണ്ട് തീരുമാനിക്കുക, അല്ലാണ്ട് ഓരോ ചിലവന്മാർ കാണിക്കണം കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തരുത്. അത്രേ പറയാനുള്ളൂ. സിനിമ കാണുമ്പോൾ പ്രേക്ഷകർ എന്നുള്ള നിലയിൽ ഞാൻ കാണുമ്പോൾ ജയന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു സിനിമ കണ്ട നല്ലൊരു ശതമാനം ആളുകൾക്കും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് കാര്യമല്ലേ? താങ്ക് യു ബ്രോ. വലിയ കാര്യമാണ്. അത്രേ ഉള്ളൂ ബ്രോ. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആണ്. അതാണ് നൈറ്റ് ഷോ ഞങ്ങളെല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്ത് ഇവിടെ എന്തെങ്കിലും ഒരു ബൂം ഉണ്ടാക്കണമെന്ന രീതിയിലാണ് ഞാനും നമ്മുടെ ടീം മൊത്തമായിട്ട് വന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ മീഡിയാസ് ജെന്യുവിനായ റിവ്യൂസ്, പടം ഞാൻ പറഞ്ഞ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് സ്പ്രെഡ് ചെയ്യുക. അല്ലാണ്ട് വേറൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യരുത് ബ്രോ. ഒരുപാട് പറയണില്ല, പറഞ്ഞത് ചിലപ്പോൾ കണ്ണൊക്കെ അറിഞ്ഞു ബ്രോ. അങ്ങനത്തെ സീനിലാണ് ഞാൻ നിൽക്കണത്. ഹെൽപ്പ് ചെയ്യുക ബ്രോ. എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ജെന്യുവിനായത് സ്പ്രെഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. വലിയൊരു റിക്വസ്റ്റ് ആണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും പറയണില്ല ബ്രോ. നിങ്ങൾ ആലോചിക്കും. സാധാരണ അതൊന്നും കുറച്ച് നെഗറ്റീവ് നല്ല പടമാണ്. ഈ ഷെയ്ൻ എന്ന് പറയുന്ന ആളോട് എന്തോ ഒരു വ്യക്തിപരം കൂടി എനിക്ക് തോന്നുന്നു ആൾക്കാരെ. നല്ല മൂവിയെ എന്തായാലും ഒരു കാര്യമുണ്ട് ബ്രോ, ദൈവമുണ്ട്. അത് നീതി തന്നെ നടപ്പിലാവുള്ളൂ. വിശ്വാസമുണ്ട് എനിക്ക്. ഈ പുള്ളിയുടെ ഫാദറിനെ പണ്ട് ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഈ മനുഷ്യനും ചെയ്യുന്നത്. നല്ലൊരു നടനാണ്, നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോകണം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, മാക്സിമം ജെന്യുവൻ റിവ്യൂസ് സ്പ്രെഡ് ചെയ്യുക, കൂടെ നിൽക്കുക. അത്രേ ഉള്ളൂ. നല്ല പടം ഒരിക്കലും ഫ്ലോപ്പ് ആവരുത്. എല്ലാവരും കയറി കാണുക. ഓക്കെ, താങ്ക് യു. ഇതെന്നോട് ഇൻസ്റ്റാ സാർ പടം ഉണ്ടായിരുന്നു. അതെ അതെ, അത് മാത്രമല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ എല്ലാ ഇമോഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരു പടത്തിന്റെ അവസാന സ്റ്റേജ് സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഉണ്ടാവും, ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. குதிரைவால் நல்லா இருந்தது. தேங்க்யூ அண்ணா. தேங்க்யூ ஸோ மச். தேங்க்யூ ஃபார் வாட்சிங் குதிரைவால். ഇറ്റ്സ് എ നൈസ് ഫിലിം. താങ്ക് യു ബോസ് സപ്പോർട്ടിങ്. ഇല്ല, ഞങ്ങൾ മലയാള പടത്തിലുണ്ടാവും. താങ്ക് യു എല്ലാവർക്കും ബൈ അണ്ണാ. താങ്ക്സ് അണ്ണാ, ലവ് യു. താങ്ക് യു. സംഭവിച്ചത് അതാണ്. പെട്ടെന്ന് ഇറക്കേണ്ടി വന്നത്. മദ്രാസ്കാരെന്നാണ് പേരൊന്ന് കാണണം. ഞാൻ കാണാൻ വന്നത് സ്പെഷ്യൽ. ഞാൻ ഷൂട്ട് ചെയ്യണം.
മാക്സിമം സപ്പോർട്ട് ചെയ്യാം. പടം നല്ലതാണെങ്കിൽ അത്രേ ഉള്ളൂ. അല്ല നമ്മൾ ഇത് കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ എന്താണെന്ന് പറയുമ്പോൾ ഈ ഹോൾഡ് ഓവറിന്റെ ഒരു സീൻ വരും, ആൾക്കാർ പറഞ്ഞായിട്ട് വന്നില്ലെങ്കിൽ അതിന് നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഒന്നാമത്തെ ഈ പോസ്റ്റർ പരിപാടികളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഈ 10 ദിവസത്തിൽ വന്നപ്പോൾ എല്ലാം വിട്ടുപോയതാണ്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അത്രേ ഉള്ളൂ. ഓക്കെ ബ്രോ, എന്നാൽ ശരി. ഓക്കെ ബൈ.